ഈ ഷിപ്പിന് അടുത്ത കനാലിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് എന്താ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതൊരു ടണലാണ്. ടണലിൻ്റെ ഉള്ളിലേക്ക് ഇനി ഷിപ്പ് പോവുകയാണ്. ചെറിയ ബോട്ട്. അപ്പോൾ അത് ടണലിൻ്റെ ഉള്ളിലേക്ക് പോയി. ഇനി നമ്മൾ ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോവാണ്. ഇവിടെ വന്നു കഴിഞ്ഞു. എങ്ങനെയാണ് മുന്നോട്ട് പോകണമെന്ന് നമുക്ക് കാണാം. പിന്നെ അവർ ഈ സൈഡിലുള്ള ഡോറുകൾ അടയ്ക്കുകയാണ്. കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടി തന്നെയാണ്. ഹെവി ഒരു ചേംബർ പോലത്തെ ഒരു ഡോറ് ഇരു സൈഡുകളിലുണ്ട്. അപ്പോൾ അത് അടയ്ക്കാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. Yes. And then go ahead in the morning. So we're not sure where we're stopping. Morning, yeah. The racks here open up, and the water comes in and the pump goes up. All right. Yeah, you got it. Yeah. So അവർ പറയുന്നത് ഈ റാക്ക് അവർ ക്ലോസ് ചെയ്യും ഇനി ഈ സൈഡിൽ കാണുന്ന ചേമ്പേഴ്സ്. അതുകൊണ്ട് ആ മുന്നിലിപ്പോൾ വെള്ളം ഓവർഫ്ലോ ചെയ്യുന്ന ആ റാക്ക് തുറന്നു കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ ഇവിടെയുള്ള വെള്ളം ലെവലിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഇവർ ഈ സൈഡ് പൊങ്ങി ഇപ്പോൾ ഈ ബോട്ടിരിക്കുന്ന സൈഡ് പൊങ്ങിയതിന് ശേഷം അപ്പുറത്തെ കനാലിലേക്ക് കിടക്കാനാണ് അവരുടെ പ്ലാന്. അവർ രണ്ടുപേരും ഐറിഷാണ്. അയർലൻഡ് മൊത്തം അവർ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. ഇതുപോലുള്ള ചെറിയ കനാലുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ മോസ്റ്റ്ലി ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് അലൻ എന്നാണ്. മറ്റേത് ഡേവിഡ്. രണ്ടുപേരും ക്യാപ്റ്റന്മാരാണ്. രണ്ടുപേരും ബോട്ട് ഓടിക്കും. അവർ രണ്ടുപേരും ഇതിൻ്റെ അകത്ത് തന്നെയാണ് താമസവും ഭക്ഷണവും എല്ലാം. ഇതിൻ്റെ അകത്ത് അടുക്കളയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാണുന്ന ആ ഷട്ടറിൽ 4 റാക്കുകളുണ്ട്. ആ 4 റാക്കുകൾ 4 തുറക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഒരു 4 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ മതി ഇവിടെ വെള്ളം നിറയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പയ്യെ അവർക്ക് അവിടുന്ന് ഫോൺ വരുന്നതിനനുസരിച്ചാണ് അവരിത് കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ലിവർ ബോട്ട് എന്നാണ് ഇവർ പറയുന്നത് ഇതിൻ്റെ അകത്ത് താമസിക്കുന്നതിന്. ഇവരിത് മറ്റുള്ള രാജ്യങ്ങളിലേക്കൊന്നും കൊണ്ടുപോകാറില്ല. മോസ്റ്റ്ലി ഇവരിത് യൂസ് ചെയ്യുന്നത് ഈ ഇൻലാൻഡ് വാട്ടർ സർവീസ് നടത്താൻ വേണ്ടിയിട്ടാണ്. ഷാനോൺ റിവർ, അതുപോലെ ഗ്രാൻഡ് കനാൽ ഡോക്ക്, ആ ഏരിയകളിലൊക്കെയാണ് അവർ മോസ്റ്റ്ലി ഇതിനെ ഈ ബോട്ടിനെ ഉപയോഗിക്കുന്നത്. Live in a railway carriage, and then before that I lived in a wooden cabin. So there's always alternative ways of living. So I'm never going to be able to afford a house in Ireland, and rent, as you probably know, is really expensive. Yes. You know. And what about David? David also lives same like you. Grand Canal. Yeah, his boat is in Grand Canal. All right. Yeah. You need 2 boats when you're shopping. Yeah, to help each other. Yeah, insurance as well. Yeah. How did you maintain to buy the petrols? I drive in my car with canisters, jerry cans. Yeah. Fill it up, bring it here, and then put it in there. And you pump it in. That's a petrol can. How many liter it can hold? Diesel. Sorry. How many liter it can hold? Oh, I think 80-100 liters. 80 to 100. 300, man. Yeah. 300. 300 liters, yeah. On the water. So 126 euro per year. That's per it. year for the water. Yes. But you have to go all the time. You're supposed to move all the time. All right. But when you're in the country, nobody cares. All right. Yeah. Very good. ഇദ്ദേഹമാണ് ഇവിടെ ഇതിൻ്റെ ഓപ്പറേറ്റർ. Sure, no. I don't drink beer, man. That's so funny. സോ ഇവിടെ ആളുകളൊക്കെ ഇതിൽ വന്നിരുന്ന് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുകയൊക്കെ ചെയ്യും. കുപ്പികളൊക്കെ ഇടും. അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് ജാമാവും എന്നാണ് പുള്ളി പറയണത്. അപ്പോൾ അങ്ങനെയൊന്നും ആരും ചെയ്യരുത്. പിന്നെ ഇത് നീന്താനൊന്നും ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഇതിന് അത്യാവശ്യം ആഴമൊക്കെ ഉണ്ട്. പിന്നെ ഈ ബോട്ടുകളൊക്കെ എപ്പോഴും പോകുന്നതാണ്. അതുകൊണ്ട് നീന്താനൊന്നും അവർ സമ്മതിക്കില്ല. അപ്പോൾ അദ്ദേഹം ലിവറെല്ലാം താഴ്ത്തി
ഇതിൻ്റെ ഷട്ടർ ക്ലോസ് ചെയ്യാനുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ വൺ സൈഡ് ഷട്ടർ ഇപ്പോൾ അടഞ്ഞു തുടങ്ങി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് ഹെർബി എന്നാണ്. ഇദ്ദേഹമാണ് ഈ കനാലിൻ്റെ ഈ ഷട്ടറിൻ്റെ ഒക്കെ ഓപ്പറേറ്റർ. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ, ഇത് അത്യാവശ്യം നല്ല പരിപാടിയുള്ള എഫേർട്ടുള്ള പരിപാടിയാണ്. അദ്ദേഹം നല്ല സ്നേഹമുള്ള മനുഷ്യനാണ്. അപ്പം എന്നോട് പറഞ്ഞു റോപ്പിൽ തട്ടി വീഴാതെ നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഹെർബി ആ ചെറിയ തടിപ്പാലം വഴി അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണ്, അപ്പുറത്തെ ഷട്ടറും കൂടി ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അപ്പുറത്തെ സൈഡും കൂടി ക്ലോസ് ചെയ്ത് തുടങ്ങി ഷെൽബി ചേട്ടൻ. ഇവരിത് നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. കാരണം ആ ഫ്രണ്ടിൽ മുട്ടില്ല എന്നുള്ള അവസ്ഥയിലാണ് ബോട്ട് നിൽക്കുന്നത്. ഒരു 10 സെൻറ്റിമീറ്ററും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടും. പക്ഷേ അത് മുട്ടിക്കാതെ അത്രയും പെർഫെക്റ്റായിട്ടാണ് അലനും ഡേവിഡും ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ സൈഡിൽ നിന്നിപ്പോൾ ഈ വെള്ളം ഇതിൻ്റെ ബോട്ടിൻ്റെ ഉള്ളിലേക്ക് വീണുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിലേക്ക് കൂടി അത് ഡ്രെയിൻ ചെയ്ത് പോകാനുള്ള, അതിൻ്റെ ഉള്ളിലേക്ക് പോകില്ല, അത് ഡ്രെയിൻ ചെയ്ത് പോകാനുള്ള രീതിയിലാണ് ഈ ബോട്ടിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഷെർബി ചേട്ടൻ ആ സൈഡും കൂടി ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പോഴാണ് ഈ വെള്ളം ഫോഴ്സിൽ അവിടെ നിന്ന് ഓരോ വാൽവ് തുറക്കുമ്പോഴാണ് അത് ഫോഴ്സിൽ ഇതിലേക്ക് വീഴുള്ളൂ. 4 വാൽവുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. ആ 4 വാൽവുകളും തുറക്കും. ഇപ്പോൾ ഫോഴ്സ് കൂടി പയ്യെ അപ്പോൾ അവർ ആ ബാക്കിലെ സൈഡ് അധികം ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുവാണ് അവർ. പിന്നെ മുകളിൽ ചെറിയൊരു ചെടിത്തോട്ടവും കാര്യങ്ങളൊക്കെ അവരുണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും അവരിനി അത് പൂർണ്ണമായിട്ട് ക്ലോസ് ചെയ്യാമെന്നാണ് തോന്നുന്നത്. കാരണം വെള്ളം ട്രെയിനായി പോകുന്നുണ്ട്. അപ്പോൾ അലന ഫ്രണ്ടിലേക്ക് വെള്ളം വീഴാതിരിക്കാൻ ഇപ്പോൾ റിവേഴ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ബോട്ട്. ഇദ്ദേഹമാണ്, ഡേവിഡാണ് ഇതിനെ ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണ് ഷെർബി ചേട്ടൻ. ഷട്ടർ തുറന്നിരിക്കുന്നു, വെള്ളം ഇരച്ച് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ സൈഡിലെ ഷട്ടർ പൂർണ്ണമായിട്ട് ക്ലോസ് ആയി. ഇപ്പോൾ വെള്ളം സഡനായിട്ടാണ് റേസ് ആയിക്കൊണ്ടിരിക്കുന്നത്. നോക്കിയാൽ കാണാൻ ലെവല് ബോട്ട് പയ്യെ 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 പൊങ്ങി വരുവാണ്. പിന്നെ ഞാൻ നിൽക്കുന്ന ഈ ലെവലിൽ വരെ ഈ ബോട്ട് ഇനിയിപ്പോൾ പൊങ്ങി വരും. അതായത് ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഈ പനാമ കനലിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. കാരണം അതൊക്കെ വലിയ വലിയ ഷിപ്പുകൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇത് ചെറിയ കനാൽ സിസ്റ്റമാണ് ഇതുപോലെ തന്നെ. പക്ഷെ പ്രോസസ്സെല്ലാം സെയിം തന്നെയാണ്. ഈ പുള്ളിയാണ് ഇതിൻ്റെ മെയിൻ വർക്ക് ചെയ്യുന്നത്. കട്ടപ്പണിയാണ്. ബോട്ട് ഏകദേശം
ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. പൊങ്ങി പൊങ്ങി വന്നു. അപ്പോൾ അപ്രവശത്തെന്ന് വെച്ചാൽ അലനാണെന്ന് തോന്നുന്നു. അദ്ദേഹം പുറത്തേക്കൊന്ന് ഇറങ്ങി ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ഇപ്പം ഈ ചേംബർ തുറക്കാൻ പോവാണ് ഇനി. ഇവിടെ നിന്ന് അവർ പയ്യെ അതിനെ ഷട്ടർ തുറന്നു പയ്യെ. അപ്പോൾ അവർ എഗ്രി ചെയ്തിട്ടുണ്ട് നമ്മളെ ബോട്ടിൽ കയറ്റാമെന്ന്, അതായത് എന്നെ ബോട്ടിൽ കയറ്റാമെന്ന് എഗ്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പുറകെ ഇനിയിപ്പോൾ ഒരു ബോട്ടും കൂടി വരാനുണ്ട്. ആ ബോട്ട് പുറകിൽ വെയിറ്റിംഗ് ആണ്. ഇവിടെ നിന്ന് നോക്കിയാൽ പുറകിൽ ഒരു ബോട്ടും കൂടി വെയിറ്റിംഗ് ആണ്. ഈ സെയിം പ്രോസസ്സ് തന്നെ ഇനി പുറകിലുള്ള ബോട്ടിന് കൊടുക്കണം. അപ്പം ഞാൻ പയ്യെ ബോട്ടിലേക്ക് കയറുവാണ്. ഹലോ, താങ്ക് യു. നമ്മൾ ഉള്ളിൽ കയറി പയ്യെ. ഇതാണ് ഇതിന്റെ മെയിൻ കപ്പിത്താൻ, നമ്മുടെ ക്യാപ്റ്റൻ. Like Jack Sparrow. Jack Sparrow. Jack Sparrow's more hair than me now. But you can try to be like that. Yeah, that's it. Exactly. So it's really hard work, that place. Yeah, some of them, they've all got different personalities, the locks. Yes. Do you know what I mean? Some of them are easy, some of them are shit. So Shelby is the one who operates it all the time, is he? And there's other guy. Whoa! Hello. No. അപ്പോൾ ഇതിന്റെ വൈബ്രേഷൻ കാരണം കൊണ്ട് ഒരു ഗ്ലാസ് നിലത്ത് വീട് പൊട്ടിപ്പോയി. അദ്ദേഹം പറയുന്നത് ശരിയാണ്, ഇതിന്റെ ഉള്ളിൽ ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. എന്തായാലും ബോട്ടിന്റെ അകത്ത് നമ്മൾ കയറി. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് നോക്കുവാണ്. ഇതിൻ്റെ അകത്ത് കറിക്കുള്ള അവരുടെ സാധനങ്ങൾ, അവരുടെ ഫുഡ് ഐറ്റംസ്, എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഡേവിഡ്, സോ യു ആർ ഡേവിഡ് ആൻഡ് ദിസ് ഈസ് അലൻ. സോ അലൻ ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും ബോട്ടിൻ്റെ ഓപ്പറേറ്റർമാരാണ്. പക്ഷേ ഇപ്പോൾ ഈ കാണുന്ന അലന് സ്വന്തമായിട്ടൊരു ബോട്ടുണ്ട്. അലൻ്റെ ബോട്ട് ബാക്ക് സൈഡിൽ പാർക്ക് ചെയ്തേക്കുവാണ്. ഇനിയിപ്പോൾ അടുത്ത ചേംബറിലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടി കാണിക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എനിക്ക്. കാര്യം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇതിന് കയറിയേക്കുന്നത്, ഇതേപോലെ ഒരു ബോട്ടിൽ കയറിയേക്കുന്നത്, പ്രത്യേകിച്ച് കാനൽ ബോട്ടിൽ. ഇതാണ് ഇതിൻ്റെ സ്റ്റിയറിങ്. പിന്നെ ഇവിടെ അതിൻ്റെ മീറ്ററും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതിൻ്റെ സ്പീഡോ മീറ്ററും കാര്യങ്ങളും എല്ലാം. ആ കാണുന്ന ആ ബ്ലാക്ക് വണ്ണാണ് അതിൻ്റെ ആക്സിലേറ്റർ എന്ന് പറയുന്നത്. So how did you manage the visibility? It's not, I know it's not like driving a car. No, you pick a point on the you know, like on the front of a Mercedes you've got the little symbol. Yeah. So you pick a little point there and you can see it deviating every little bit. All right. You know? But you're going slow, so you can't really cause that much damage really. Yes. You know? Yes. I bump into a lot of stuff. Do you? Yeah. അപ്പോൾ ഈ ഡേവിഡ് തന്നെ ഇത് ഓടിക്കുമ്പോൾ പല സമയത്ത് ചെറിയ ചെറിയ മൈനർ ആക്സിഡൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ തട്ടിയിട്ട് മുട്ടിയിട്ടൊക്കെ ഉണ്ട്. ഇത് ഓടിക്കാൻ നേരത്ത് ഭയങ്കര പ്രയാസമെന്നാണ് പറയുന്നത്. ഇപ്പോൾ വളരെ സ്പീഡ് കുറഞ്ഞ രീതിയിലാണ് പോകുന്നത്. അതായത് 2 കിലോമീറ്ററോ 3 കിലോമീറ്റർ സ്പീഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അത്ര ശ്രദ്ധയോട് കൂടിയിട്ടാണ് ഓടിക്കുന്നത്. ഇതിപ്പോൾ ചെറുതായിട്ട് ഒന്ന് തട്ടി സൈഡിൽ. അപ്പോൾ അദ്ദേഹത്തിന് ഓടിക്കുന്ന സമയത്ത് ഞാൻ ഇനി ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. കാരണം അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. തട്ടിക്കഴിഞ്ഞാൽ ബോട്ടിന് ഡാമേജ് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ മിണ്ടാണ്ട് സൈഡിൽ നിന്നിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഇതേപോലെ തന്നെ സെയിം ഒരു കനാലും കൂടി ഉണ്ട്. ആ കനാലും ഈ സെയിം രീതിയിൽ അവർ ഉയർത്താൻ പോകാമെന്നാണ് തോന്നുന്നത്. നമുക്ക് അവരോട് ചോദിക്കാം. Open the gates.
So we're going to be under the bridge here maybe for 5 minutes, I'd say. So that guy will come up here. Yeah. And when we get to the countryside, we do them ourselves. ഓക്കെ. Yeah. അപ്പോൾ ഇത് ഇവർ കൺട്രി സൈഡിലേക്ക് പോകുമ്പോഴത്തേക്കും ഈ ബ്രിഡ്ജിനെ അതായത് ഈ ഷട്ടർ തുറക്കുന്നതും ഈ പ്രോഗ്രാമും എല്ലാം ഇവർ തന്നെയാണ് ചെയ്യുന്നത്, ഇതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു 5 മിനിറ്റോളം ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യണം. കാരണം ആ പാർട്ടി നമ്മളുടെ അടുത്തേക്ക് ഇനി വരണം. കാരണം ആ ഒരു ഷിപ്പിനെയും കൂടി കൂട്ടിയിട്ട് കയറ്റി വിട്ടതിന് ശേഷമാണ് അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഷാനോണിലേക്ക് വരെ 36 ഇതുപോലത്തെ ഷട്ടർ വാൽവുകളുണ്ട്, അതായത് ലോക്സ് ഉണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്, ഡേവിഡ് പറയുന്നത്. And then I can go on to the Shannon and I go right, I go through Athlone and I go really big lake called Loch Ree. And I go through Loch Ree and then there's a place called Turnanbarry and that's where the Royal Canal. That's where the other canal on the other side of Dublin. Yes. It comes there so you can go right around back to Dublin that way. Yeah. All right. It's very interesting. You should look at the map. You'll Yes. see them. Oh, here we go. ഇവിടെ നല്ല പാട്ടുകാരനാണ്. Hello darkness my old friend. ഡാർക്ക്നെസ് വന്നപ്പോഴത്തേക്കും ചിരിക്കാനാണ് അദ്ദേഹം പറയുന്നത്. Here we go. It travels at about 5 kilometers an hour. 5 kilometers. Yeah. That's the speed that you can use in the canal. Yeah, more or less. On the river, faster. When it goes to the Shannon, maybe twice as fast. Twice as fast. Yeah. അപ്പോൾ ഈ സൈഡിലൊക്കെ ചെറിയ ചെറിയ ഹുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ ടഗ് ചെയ്യാനും ഒക്കെ ആയിട്ട്. അപ്പോൾ 5 കിലോമീറ്റർ സ്പീഡിലാണ് കനാലിൻ്റെ ഉള്ളിൽ കൂടി ഇവർ പോകാനുള്ള പറ്റുള്ളൂ. പിന്നെ നല്ല റിവറായാണ്, അതായത് ഈ ഷാനോനും അത്ലോലും പോലുള്ള വലിയ വലിയ റിവറുകളിൽ ഇവർ 10-12 കിലോമീറ്റർ 13 കിലോമീറ്റർ സ്പീഡ് വരെ പോകുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. So tomorrow 7:30 you going to country? Yeah. Where location? Which location you planning to? Salins, Robertstown. Yeah, it's about maybe 30 kilometers outside of Dublin. So how far it will take from here? Oh, from here, 1.5 days. Going all the time. Yeah. ഓക്കെ. അപ്പോൾ ഇദ്ദേഹം നാളെ ഇവിടെ നിന്ന് ഹോൾട്ട് വിട്ട് പോകുന്നത് 30 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്തേക്കാണ്. 1.5 ദിവസം, അതായത് മൊത്തം കനാലിൽ കൂടി ഓടിച്ച. സോ 1.5 full day if you. Yeah, or two 8-hour days perhaps. Yeah. സോ അങ്ങനെ കണ്ടിന്യൂസ്ലി വണ്ടി ഓടിക്കുവാണെങ്കിൽ 1.5 ഡേയ്ക്കുള്ളിൽ ഈ പറയുന്ന സ്ഥലത്തെത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ആ ഷട്ടറും കൂടി ഇനി തുറക്കും. അപ്പോൾ നമ്മുടെ സൈഡിൽ ഇപ്പോൾ കാണുന്ന ഈ ഷട്ടർ ഇപ്പോൾ കാണാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, ആരും കാണിച്ചു തരാത്തൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. അതും യൂട്യൂബിൻ്റെയൊക്കെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇതുപോലെ ഒരു വീഡിയോ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മളെ പരിപൂർണമായിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു റൈഡാണ് ഈ പറയുന്ന കനാൽ ഡ്രൈവ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം കണ്ട് അറിയാനും പഠിക്കുവാനും ഒക്കെ ഒരുപാട് സാഹചര്യം നമുക്കിതിലൂടെ കിട്ടും. അപ്പോൾ ഇതേപോലെയുള്ള ഈ ബോട്ട്സിൻ്റെയൊക്കെ ഡ്രൈവർമാർ അതല്ലെങ്കിൽ ക്യാപ്റ്റൻസൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളാണ്. നമ്മൾ അവരോട് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്കിവരെ അറിയാവുന്നതുകൊണ്ട് പരിചയമുള്ളതുകൊണ്ടാണ് അവരെന്നെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഉള്ളിൽ അക്കോമഡേറ്റ് ചെയ്തത്. മുൻകാല പരിചയമൊന്നും ഇല്ലെങ്കിലും നമ്മൾ സംസാരിച്ച് അങ്ങനെ റെഡിയായതാണ്. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ച് നമ്മൾ നേരത്തെയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ അലൗ ചെയ്യും. പക്ഷേ വളരെ മാന്യമായിട്ടാണ് അവരോട് പെരുമാറാമുള്ളൂ. നമ്മളെ അന്യരുടെ ഒരു സ്ഥലത്താണ്, നമ്മളെല്ലാ രീതിയിലും നന്നായി അവരോട് പെരുമാറണം. അപ്പോൾ ഷെൽബി വന്നിട്ടുണ്ട്, ഫ്രണ്ടിലെ ഷട്ടർ തുറന്നു. ഇനിയിപ്പോൾ ഈ സെയിം പ്രോസസ്സ് ഇപ്പോൾ ചെയ്ത ആ സെയിം പ്രോസസ്സ് തന്നെ ഇനി ഒന്നുകൂടി ചെയ്യും. അപ്പോൾ അത് നമുക്ക് കാണാം. ഇപ്പോൾ ചെറിയൊരു തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മളിനി പോകുന്നത്. അപ്പോൾ എന്നോട് സൂക്ഷിച്ച് നിൽക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കാരണം ഇത്തിരി ഡിഫിക്കൽട്ടാണ്, ചിലപ്പോൾ ആൾ തന്നെ തീർന്നു പോകും. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ, ഇതുപോലുള്ള കുപ്പികൾ, ഗ്ലാസ്സുകൾ, പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ ഇവിടെയുള്ള ആളുകൾ ഇടും. ഇവിടെ കള്ളു കുടിക്കുന്നൊക്കെ ആളുകളിടും. അങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം ഇത് ഒരൊറ്റ ഒരു മിനിറ്റിൻ്റെ അശ്രദ്ധ മതി. കാരണം ഇതെല്ലാം സ്റ്റക്കാവുകയും
ഇവരുടെ യാത്ര ദുസ്സഹമാവുകയൊക്കെ ചെയ്യും. അവർ ഇതൊക്കെ കാണാൻ പാടില്ല. ഒരുപാട് കുപ്പികളൊക്കെ ഇതിൻ്റെ ഇടയിൽ സ്റ്റക്കായിരിക്കുന്നുണ്ട്. അതൊക്കെ വളരെ മോശമാണ്, അങ്ങനെയൊന്നും ചെയ്യരുത്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ആ മുകളിലത്തെ ഓപ്പറേറ്റർ അദ്ദേഹം വേറൊരു മനുഷ്യനാണ്, ഷെൽബി അല്ല, മറ്റൊരു ഓപ്പറേറ്ററാണ്. അപ്പോൾ ഓരോ ചേംബറുകളിലും ഇതുപോലുള്ള ഓപ്പറേറ്ററുകളുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഡോർ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. So this is the most difficult time, rather than driving in the rivers and sea. Yes. Yes. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടൈമാണ്. കാരണം ഈ ലോക്സിൻ്റെ ഉള്ളിൽ കൂടി പോകാമെന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽറ്റി ഉള്ളൊരു പരിപാടിയാണ്. കാരണം നമ്മൾ ഇഞ്ച് ശ്രദ്ധയോട് കൂടിയിട്ടാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇവരെ അലനും ഡേവിഡിനും നല്ല എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് അവരിത് നല്ല അടിപൊളിയായിട്ട് അദ്ദേഹം ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന് ചെറിയ തട്ട് കിട്ടി സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ. ഈ ഷട്ടറുകളുടെയൊക്കെ അവിടെ പായലടഞ്ഞു കൂടിയിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവർ ഇനിയിപ്പോൾ ഒരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഇനി അത് പാർക്ക് ചെയ്തിട്ട് എവിടെയെങ്കിലും സേഫായിട്ടുള്ള സ്ഥലത്ത് പാർക്ക് ചെയ്തതിന് ശേഷമാണ് ഇത് അവർ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സൈഡുകളിൽ ഇതുപോലുള്ള ഹോംലെസ് ആളുകൾ ടെൻറ്റ് കെട്ടി താമസിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കാനാണ് ഏറ്റവും ഇഷ്ടം. വെള്ളമൊക്കെ അടുത്തുള്ളത് കൊണ്ടും പിന്നെ ചെറിയ ചെറിയ ടൗൺഷിപ്പുകൾ അടുത്തുള്ളത് കൊണ്ടും അവരങ്ങനെയാണ് ചെയ്യാറ് പൊതുവെ. അപ്പോൾ ഈ ഷട്ടർ ക്ലോസ് ആയി കഴിഞ്ഞാൽ ഇനി ഫ്രണ്ടേജിൽ വെള്ളം പെട്ടെന്ന് തുറക്കും. ഒരു 4 മിനിറ്റ് കൊണ്ട് തന്നെ ഈ പറയുന്ന ചേംബർ നിറയും. നമ്മൾ അടുത്ത ഈ ലോക്ക് കഴിഞ്ഞിട്ട് അടുത്ത കനാലിലേക്ക് നമ്മൾ കയറുവാണ്. അപ്പോൾ ഈ ഷട്ടർ ഫുള്ളായിട്ട്, ഈ ലോക്ക് ഫുള്ളായിട്ട് ക്ലോസ് ആയി. ഇനി വാട്ടർവേസ് അയർലൻഡിൻ്റെ അദ്ദേഹം, ആ ഓപ്പറേറ്റർ ഇനി ഫ്രണ്ടേജിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പാസ് ചെയ്യുന്ന ഈ ലോക്കിൻ്റെ പേര് ലാ ടച്ച് ബ്രിഡ്ജ് എന്നാണ്. ആ ബ്രിഡ്ജാണ് നമ്മുടെ ഈ മുകളിൽ കാണുന്നത്. വെള്ളം ഇരച്ച് കയറി തുടങ്ങി സൈഡിൽ കൂടി. ബോട്ട് പയ്യെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. സൈഡൊക്കെ ഒന്ന് നോക്കിക്കേ. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ പൂർത്തിയായി. പിന്നെ കയറി വരാൻ ഭയങ്കര പ്രയാസമാണ്. കാരണം വെള്ളം വന്നുകൊണ്ടിരിക്കും, നമ്മൾ അതിൻ്റെ ഇടയിൽ ജാമാവും. അപ്പോൾ എപ്പോഴും ഇതുപോലുള്ള ടൂറുകൾ പോകുമ്പോഴത്തേക്കും സൈഡൊക്കെ നിൽക്കുമ്പോഴത്തേക്കും വളരെ സേഫ്റ്റിയോട് കൂടിയിട്ട് വേണം നിൽക്കാനായിട്ട്. അത് കുറച്ച് മുന്നോട്ട് എടുക്കുവാണ്, കാരണം ബാക്കിൽ മുട്ടാറായി. അലനാണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്, ഡേവിഡ് അത് കേട്ടോണ്ടിരിക്കും. ക്ലീൻ ഡ്രൈവറും ചെയ്യുന്ന പോലെ ആ സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവർ ചെയ്യുന്നത്. എൻ്റെ പൊന്നോ, അപ്പോൾ ഈ വെള്ളം അനങ്ങി കഴിയുമ്പോഴത്തേക്കും, ഈ പായൽ കെട്ടിയ ഈ വെള്ളം അനങ്ങി കഴിയുമ്പോഴത്തേക്കും ഒരു വല്ലാത്ത സ്മെല്ലാണ് ഇതിൻ്റെ അകത്തുനിന്ന്. അതുകൂടാതെ ഡീസലിൻ്റെ സ്മെല്ലും, അത് ഭയങ്കര ഹെവി ആയിട്ടുള്ള സ്മെല്ലാണ്. നമ്മൾ ഭയങ്കരമായിട്ട് ടയർഡാവും. ഇപ്പോൾ അതേ സൈഡിൽ ഇടിച്ചു ബോട്ട്, കാരണം വെള്ളം അവിടെ നിന്ന് റഷ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ സൈഡിലേക്ക് പോയത് വണ്ടി. സൈഡിലെ സൈലൻസർ അതാണ് സ്മോക്ക് വരുന്നത് ആ സൈഡിൽ നിന്ന്. ഇത് കാണാൻ ചുറ്റിനും ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുവാണ്. കാരണം ഇതെപ്പോഴും കാണാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല, അതുകൊണ്ട് ആളുകൾ ഇതേപോലെ കൂടി നിൽക്കുവാണ്. എല്ലാവരും പോകുന്നവരുടെയൊക്കെ കണ്ണ് ബോട്ടിലാണ്. അപ്പോൾ ലൈഫിൽ ഒരിക്കൽ പോലും
ബോട്ടിൽ കയറണമെന്നോ അല്ലെങ്കിൽ ലൈഫിൽ ഒരിക്കൽ പോലും ഈ ഒരാൾ പോലും ഉണ്ടാവില്ല. കാരണം ബോട്ട് യാത്ര അത്രയും രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ലോക്ക് കഴിഞ്ഞ് നമ്മൾ അടുത്ത ലോക്കിലേക്ക് കയറുമ്പോഴത്തേക്കും ഇവിടുന്ന് കുറച്ചും കൂടി വലിയ ഒരു സ്ഥലമാണ്. കാരണം കുറച്ചും കൂടി വലിയ ഈ കനാലിൻ്റെ സൈസ് കൂടുവാണ്, വിഡ്ത്ത് കൂടുവാണ്. അപ്പോൾ നമുക്ക് മുന്നേ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം. അപ്പോൾ ഇനി ഓടിക്കുന്നത് കുറച്ചും കൂടി ഈസി ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് അങ്ങ് മുന്നോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ ചെറിയൊരു ഡോക്ക് ഉണ്ട്. Dock, that is what we say, right? Yeah, up there, I think up on the jetty. See the jetty on up? Yes, the I jetty. think that's where I'm going. I'm not sure. We'll see now in a minute. It's about being safe tonight because lots of people around here, so they are not good sometimes. Well, you don't know. It's you're very much out in the open here. So you have challenges as well sometimes when you go to the canals. Have what? Have Like safety challenges. From people? Yeah. Sometimes. Tomorrow we're leaving early because the place you're going through. Sometimes they throw rocks at your boat, like. Jesus so we leave early in the morning. Yes, sometimes. You know what I mean? I've been very lucky. They haven't thrown any rocks at me yet. Yeah. So. That's sad. Yeah, man. Yeah, that's it. Gotta say thank you to this guy. See him in the morning. Yeah. അപ്പോൾ അതിപ്പോൾ ഡേവിഡ് പോയി. ഇനിയിപ്പോൾ ഞാനാ കപ്പിത്താനെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് താങ്ക് യു പറയാൻ വേണ്ടിയിട്ട് പോയേക്കണതാണ്. അപ്പോൾ അവർ താങ്ക് യു പറഞ്ഞു. അപ്പോൾ അത് ചേംബറിൽ ഒരു മനുഷ്യനില്ല. See you tomorrow. That's good. So this is a GPS. There, yeah. Okay, this is where he says we should go in here. All right. So we are parking here in this right side. Yeah, I think so. Need a separate license for this? No. Just a normal license. No license. You don't need a license for No. this. That's good. Yeah. So ഇതിന് അപ്പോൾ ഇത് ഓടിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ലൈസൻസിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് ഡേവിഡ് പറയുന്നത്. So how much does this cost a boat like this? Boat 100,000. ഒരു വീട് മേടിക്കുന്ന to buy a home, that's a price nearly. Well, in Ireland for buying a house, 300,000. 300. Yeah. So it's an expensive boat, but it's a cheap house. യെസ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു 95 to 1 കോടി രൂപയുടെ അടുത്താണ് ഈ ബോട്ടിൻ്റെ വില എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു വീടിൻ്റെ വിലയെ അപേക്ഷിച്ച്, അതായത് ഒരു വീടിന് 3 കോടി to 4 കോടി രൂപ ഒക്കെ വിലയുണ്ട്. ആ വീടിൻ്റെ വിലയെ അപേക്ഷിച്ച് ഇതൊരു വലിയ വിലയല്ല എന്നാണ് ഈ ഡേവിഡ് പറയുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് അവർക്ക് താമസിക്കാനുള്ള റൂമും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് ശേഷം ഇത് നമ്മൾ പാർക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകമൊക്കെ ഞാനൊന്ന് ചുറ്റി കാണുന്നുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും കാണിച്ചു തരാം. See the CCTV? This is good for security, yeah? For the boat. Yeah. അപ്പോൾ ഇവരിത് പാർക്ക് ചെയ്യുന്നതിന് പ്രധാന കാരണം അല്ല നിൽക്കുന്നതിൻ്റെ സൈഡിൽ ബിൽഡിങ്ങിൽ ഒരു ചെറിയ CCTV ഉണ്ട്. ആ CCTV ഉള്ളതുകൊണ്ടാണ് ഇവരിത് പാർക്ക് ചെയ്യുന്നത്. അത് മാത്രമല്ല ഇവിടെ വലിയ കുഴപ്പമില്ലാത്തൊരു ഏരിയ ആയതുകൊണ്ട് കൂടിയിട്ടാണ് ഇവരിത് പാർക്ക് ചെയ്യുന്നത്. കാര്യം ഒരു ദിവസം ഒരു നൈറ്റ് ഫുള്ള് പാർക്ക് ചെയ്യുമ്പോഴത്തേക്കും ആളുകളൊക്കെ വന്നിട്ട് കല്ലൊക്കെ എറിയുമെന്നൊക്കെയാണ് പറയുന്നത്. കുപ്പി വെച്ചെറിയും. കാരണം ഇവിടെ ഈ ആൻറ്റി സോഷ്യൽ ബിഹേവിയർ പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സേഫ്റ്റി ഉള്ള സ്ഥലത്ത് തന്നെ നിർത്തിയേക്കണേന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമുക്ക് പുറകിൽ വന്ന ബോട്ട് ഇതേവരെ അടുത്ത സെക്കൻഡ് ലോക്ക് കയറിയിട്ടില്ല. അപ്പോൾ അവർ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പോവാമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇനി ആ ഷട്ടർ തുറന്ന് ആ ബോട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഇതേപോലെ തന്നെ വെള്ളം ഉയർത്തി 4-5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ആ ബോട്ട് നമ്മുടെ അടുത്തേക്ക് വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. Propeller? Yes. Picks up stuff in the water, like clothes, bags, wires. They put the unnecessary things inside the water. Yeah. So I have to go down here and open up and clean it all. Yeah. അപ്പോൾ ഡേവിഡ് പറയുന്നത് വാട്ടർ വേ കനാലിൽ ഇവർ പ്ലാസ്റ്റിക് അതുപോലെ തന്നെ കുപ്പികൾ
വസ്ത്രങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ ഇതിലെ കൂടി കനാലിൽ കൂടി സർവീസ് കിടക്കുന്ന ബോട്ടുകൾക്ക് എപ്പോഴും ഇതിൻ്റെ പ്രൊപ്പല്ലറിൽ ചുറ്റി പിടിച്ച് അത് എപ്പോഴും വണ്ടി ഹാങ് ആയി ഹോൾട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇയാൾ ഇതേപോലെ ഇറങ്ങി ഒരുപാട് നേരത്തെ പണി കൊണ്ടാണ് ഇതൊക്കെ തിരിച്ചെടുക്കാറുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ നമ്മുടെ തീരത്തുള്ള പുഴകളും ചെറിയ ചെറിയ അരുവികളോ കാര്യങ്ങളൊന്നും മലിനമാക്കരുത്. എനിക്കറിയാം ബോട്ടിൽ നിന്ന് വരുന്നത് ഒരു ചെറിയ പുകയൊക്കെ തന്നെയാണ്, അതും പൊല്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്നാലും അത് വെള്ളത്തിലേക്ക് പൊല്യൂഷനായിട്ട് റിഗിലോ അങ്ങനെയുള്ള വലിയ വലിയ ബോട്ടുകളാണ് ഇതുപോലുള്ള പൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നത്. ചെറിയ ബോട്ടുകൾ അത്ര പൊല്യൂഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാറുകൾ പാർക്ക് ചെയ്യുന്ന പോലെയല്ല വെള്ളത്തിൽ ഇതേപോലെ ബോട്ടുകളൊക്കെ പാർക്ക് ചെയ്യുന്നത് ഒരുപാട് സമയം എടുക്കുന്ന ഒരു പരിപാടിയാണ്. സോ ഇതാണ് സ്റ്റിയറിങ്ങിൻ്റെ സ്റ്റെബിലിറ്റി, അതായത് റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് അത് തിരിയാൻ നേരത്തെ അത് ഉപയോഗിക്കുന്നത്. അയാൾ റൈറ്റിലേക്ക് തിരിയുമ്പോൾ ആ റഡർ റൈറ്റിലേക്ക് പൊസിഷൻ വരും. ഇത് ടോയ്ലറ്റിൻ്റെ, ഇത് വാട്ടറിൻ്റെ, ഇതിൻ്റെ അത് വാട്ടർ ഉപയോഗിക്കുന്നതിൻ്റെ, ഇത് ഫ്യൂവലിൻ്റെ മീറ്റർ. Walkie-talkie, it doesn't work. It doesn't work. No, this is from before mobile phones. Yes. You know? Yeah, gotcha, man. അപ്പോൾ അലം പുറത്തിറങ്ങി. ഇനി അത് ഇതേപോലെ ഉള്ള, Because if you have the middle boat rope, you have control of the whole boat. ഓക്കെ. The back, you no control. Front, no control. But middle boat, you get all control of the whole boat. അപ്പോൾ മിഡിലിൽ കെട്ടിയിരിക്കുന്ന ഈ റോപ്പാണ് ഇത് ഈ ബോട്ടിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ആദ്യമേ അവർ ടൈ ചെയ്യുന്നത്. അത് ടൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതേ ബോട്ട് ഓഫാക്കി. ഹാർഡ് വർക്ക്. Home sweet home. So this is your hole. It's in a mess, man. You can take a quick look if you want. Yes. It's in a, അപ്പോൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി നമ്മളിത് മുന്നിലേക്ക് it's not പോകുന്നു. very tidy at the moment. അപ്പോൾ ഇതിൻ്റെ അകത്ത് സൈക്കിള് എല്ലാ സാധനങ്ങളും ഉണ്ട് അദ്ദേഹം വെക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബെഡാണ് ഈ കാണുന്നത് കിടക്കുന്നത്. അതുപോലെ തന്നെ ഫയർ പ്ലേസ് ഉണ്ട്. ഇതിൽ ചെറിയൊരു സൈക്കിളും ടി വിയൊക്കെ അദ്ദേഹം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദിസ് ഈസ് ടോയ്ലറ്റ് റൈറ്റ്? Yeah, that's the toilet. Yeah. അപ്പോൾ ഇതാണ് ടോയ്ലറ്റ്. ഈ ചെറിയ കപ്പലിൻ്റെ ടോയ്ലറ്റ് കണ്ടിട്ടില്ലാത്തവർ കാണാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് വാഷ്റൂം, ചെറിയ സ്റ്റോറേജ് റൂം, സിങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആഫ്റ്റർ ദാറ്റ് ഇറ്റ്സ് എ റൂം, ബെഡ്റൂം. Yeah, that's the bedroom. അപ്പോൾ ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തായിട്ട് ഒരു ബാത്ത് ടബ്. ഇത് അദ്ദേഹത്തിൻ്റെ റൂമാണ്. ഇവിടെയാണ് അദ്ദേഹം കിടക്കുന്നതും ഉറങ്ങുന്നതും ഒക്കെ. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുവാണ്. കാരണം അദ്ദേഹം അത് ചെറുതായിട്ട് മെസ്സാക്കി ഇട്ടേക്കണോണ്ട് നമ്മളോട് പറഞ്ഞ് പെട്ടെന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞ്, അതുകൊണ്ട് നമ്മൾ ഇറങ്ങി. അപ്പോൾ ശരിക്കും Yeah, I got it. Don't worry. I'm going to do this first. But Yeah, you chill out there. You're all right. ഒരു വീട്ടിൽ താമസിക്കുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ താങ്ക് യു ഡേവിഡ്. Not at all. Not at all. Good you. to meet you, man. Good to meet you. You take care. All right. അപ്പോൾ ഞാൻ ബോട്ടിൽ നിന്ന് ഇറങ്ങി. ഇദ്ദേഹം അലൻ പോവാണ്. ബൈ അലൻ. അപ്പോൾ അവർ സാധനങ്ങൾ, അലൻ ഈസ് ഗോയിങ് ടു ബൈ ഗ്രോസറി. He's going to get groceries. Sure is. അപ്പോൾ അലൻ ഗ്രോസറീസും സാധനങ്ങളും ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയി. അവർ ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന സൈക്കിൾ ഉപയോഗിച്ചിട്ടാണ് അവരിത് ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത് ഇവിടുന്ന് ഈ സൈഡിലുള്ള പാത്തി കൂടി. അപ്പോൾ അത് നമ്മൾ ചെറുതായിട്ടൊന്ന് സഹായിക്കുകയാണ്. അപ്പോൾ അതേ നമ്മൾ ഷിപ്പ്, അതായത് ബോട്ട് കെട്ടി ഇറങ്ങി. ഹൗ മച്ച് ഫീറ്റ് ഈസ് ദിസ്? 25 feet? Yeah, what? I know you had that. I was going to tell you that, so you look a bit funny going around the street, man. That's for the safety. അപ്പോൾ അലൻ ചെയ്തത് ഈ സൈക്കിൾ എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ സേഫ്റ്റി, what is called? Safety? Life jacket. ലൈഫ് ജാക്കറ്റ് ഇട്ടുകൊണ്ടാണ് അദ്ദേഹം പോയത്. Or flotation devices, a new name for it.
ഫ്ലോട്ടേഷൻ ഡിവൈസ്. Yeah. അപ്പോൾ അത് വെച്ചോണ്ടാണ് അദ്ദേഹം പോയത്. അപ്പോൾ അത് തിരിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നിട്ട് അദ്ദേഹം വീണ്ടും തിരിച്ചു പോയി. From Dundalk, County Louth. Okay. But I had the boat moored in a place called Robertstown, Robertstown. which is maybe 30 kilometres outside Dublin. Outside the country. So I'm going back through there now, and then probably go further to the Shannon. So how did you go and visit your family members sometimes? I'm driving my car. You drive your car. I've got a car. So where do you park this car? Well, the car at the moment is in Dublin. Dublin. So But I you get a train you go. back out, get the car, bring it then. All right. So that's how you go and visit your families. Huh? Yeah, a lot of the time the canals follow the railway tracks, Yes. so you're usually near enough a train station if you're travelling by canal, which is lucky. Yeah. അപ്പോൾ അദ്ദേഹം ഈ റെയിൽവേ ട്രാക്കിൻ്റെ ഒക്കെ അടുത്ത് കൂടി ആയിരിക്കും ഇതുപോലുള്ള കനാലുകളൊക്കെ വരുന്നത്. അപ്പോൾ അദ്ദേഹം ആ വണ്ടി അവിടെ ഈ ബോട്ട് പാർക്ക് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ കാർ എടുത്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ ആളുകളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. Yeah, sure. I've got like 4 brothers, 4 brothers, 1 sister. 1 sister. I'm the eldest. You are the eldest. So you are not yet married as well. No. But my But- girlfriend lives in Sligo. Sligo. Yeah. That's a good life. Anyway. Yeah, it's Does good. she drive as well? Yeah, she's good. She's very good, and she's good at doing the locks and no problem pulling up the sleeves and Alright. yeah. She's amazing. Yeah. That's good. That's an old rental boat there, I think. സോ ഇതാണ് അവരുടെ നമ്മളുടെ പുറകെ തന്നെ വന്ന രണ്ടാമത്തെ ചെറിയ ബോട്ട് എന്ന് പറയുന്നത്. ഇത് ടർബോ ബോട്ടാണ്. ഇത് റെൻറ്റ് ചെയ്യാനുള്ള I think so. Yeah. ഓപ്ഷൻ ഉണ്ടെന്നാണ് ഈ ഡേവിഡ് പറയുന്നത്. How are you? Good? Good? ഇതിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ആ പെണ്ണാണ് ഓടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആക്സിലേറ്ററും കാര്യങ്ങളും എല്ലാം പുറത്താണ്. അപ്പോൾ അതുകൂടി നമുക്ക് ടക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഹായ്. അവിടെ ടക്ക് ചെയ്തു. പുള്ളിക്കാരി ആൾ കില്ലാടിയാ കേട്ടോ. Is it okay? ഇത് കെട്ടി അതിൻ്റെ എൻജിനൊക്കെ ഓഫ് ചെയ്താൽ അവർ ഇറങ്ങി അവിടെ നിന്ന്. ഈ ഏരിയയിലുള്ള കംപ്ലീറ്റ് പക്ഷികളെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അവരെന്നിട്ട് അതിനെ മേടിച്ചോണ്ട് വന്ന ഭക്ഷണവും പിന്നെ അവർ കരുതി വെച്ചിരിക്കുന്ന ലെഫ്റ്റ് ഓവറും ഒക്കെ കൊടുക്കുന്നുണ്ട്.
വലിയ സൂട്ട് കേസിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ ഓട്സും ബ്രെഡും ഒക്കെയാണ് കൊടുക്കുന്നത് മെയിൻലി. അപ്പോൾ ആ ബാഗിൽ നിന്ന് അടുത്തെടുത്തു വീട്ടിൽ കൊടുത്തോണ്ടിരിക്കുക. അതേ നമ്മൾ അവരോട് ബൈ പറഞ്ഞിറങ്ങിയത് ഇപ്പോൾ. അപ്പോൾ ഈ പർട്ടിക്കുലർ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്കറിയാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് ആളുകൾക്ക് ഇതേപോലെ ബോട്ട് ലൈഫ് കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വ്യൂവേഴ്സിന് ഒരുപാട് ആളുകൾക്ക് ഇതേപോലെയുള്ള ബോട്ട് ലൈഫും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ബോട്ട് ലൈഫും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെൽ ബട്ടണും നോട്ടിഫിക്കേഷനും ഒക്കെ ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വരുന്ന ഇതുപോലുള്ള ചെറിയ ചെറിയ കൗതുകങ്ങളായിട്ടുള്ള ചെറിയ ചെറിയ യൂട്യൂബ് വീഡിയോകൾ നിങ്ങൾക്ക് ആസ്വദിക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ അധികം മലയാളികളൊന്നും ഇതുപോലുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഞാൻ യൂട്യൂബിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. കാരണം ഒരുപാട് ആളുകളൊന്നും ചെയ്തിട്ടില്ല. ഇനി വളരെ കുറച്ച് ആളുകൾ, വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ഇതുപോലുള്ള വീഡിയോകളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ എല്ലാവരും ഒന്ന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി പുതിയൊരു ടോപ്പിക്ക് ആയിട്ട് വരുന്നോടം വരെ ബൈ.